ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 63/2026 M, തീയതി 4/7/26. ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക തന്നിട്ട് വശങ്ങളുടെ എണ്ണം കാണാൻ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. അതായത് കോണുകളുടെ തുക ബൈ 180 + 2. ഇവിടെ കോണുകളുടെ തുക 2700 ബൈ 180 + 2. നമുക്കിതിൽ ഒരു 0 വെട്ടിപ്പോയാൽ ബാക്കി 270/18 വരും. ഹരിക്കുമ്പോൾ 27 1 18 18 ശിഷ്ടം 9 90 5 18 90 15 + 2 ഉത്തരം 17 വശങ്ങൾ. 4.32 പ്ലസ് 0.8 പ്ലസ് 12.001 കുറയ്ക്കണം 5.6 എത്ര? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 62/2026 M, ഡേറ്റ് 1/7/26. നമുക്ക് ഇതിലത്തെ ആദ്യത്തെ 3 കൂടി കൂട്ടാം. 12.001 മുകളിൽ എഴുതി, താഴെ 4.32 എഴുതിയിട്ട് ഒരു 0 ചേർത്തു. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒരുപോലെ ആവാൻ. അതിന് താഴെ 0.8 പറയുമ്പോൾ 0.8 0 0 2 പൂജ്യങ്ങൾ ചേർത്തു. ഇപ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒരുപോലെയായി. ഇനി കൂട്ടുക. 1 2 3 8 11 ശിഷ്ടം 1 ഉണ്ട്, ദശാംശം ഇട്ടു. ആ 1 4 5 2 7 1 17.121. അതിന്ന് 5.6 കുറയ്ക്കണം. വലതുവശത്ത് 2 0 ചേർത്തു. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒരുപോലെ ആവാൻ. കുറയ്ക്കുമ്പോൾ 1 കുറയ്ക്കണം 0 1, 2 കുറയ്ക്കണം 0 2, 1 6 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടുന്ന് കടെടുത്തു. 11 6 കുറച്ച് 5, ദശാംശം ഇവിടെ ഇട്ടു. ഇവിടെ 1 എടുത്തത് കാരണം കടെടുത്ത് കാരണം 6 ഉള്ളൂ. 6 5 കുറച്ച 1 1 ഉത്തരം 11.521. 1 -2 + 3 -4 + 5 -6 പ്ലസ് എറ്റ്സെട്ര പ്ലസ് 99 -100ൻ്റെ വില എത്ര? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് നമ്പർ 62/2026 M, ഡേറ്റ് 1/7/26. നമുക്ക് ഇതിൽ ഈ 2 സംഖ്യകളെ ഓരോ ജോഡികളായിട്ട് എടുക്കുക. 1 - 2 ആദ്യത്തെ ജോഡി, പ്ലസ് 3 - 4 അടുത്ത ജോഡി, പ്ലസ് 5 - 6 അടുത്ത ജോഡി, പ്ലസ് എറ്റ്സെട്ര പ്ലസ് അവസാന ജോഡി 99 -100. 1 - 2 -1 ആണ്. 3 - 4 -1 ആണ്. 5 - 6 -1 ആണ്. അങ്ങനെ ഓരോ ജോഡികളുടെയും ഉത്തരം -1 ആണ്. അപ്പോൾ -1 + -1 + -1 പ്ലസ് എറ്റ്സെട്ര പ്ലസ് -1. ഇതിൽ 1 മുതൽ 100 വരെ 100 സംഖ്യകളുണ്ട്. അതായത് 50 ജോഡികളുണ്ട്. ഒരു ജോഡിയുടെ വില -1. അപ്പോൾ 50 ജോഡിയുടെ വില 50 × -1, ഉത്തരം -50. ഒരു സ്കൂളിൽ 2401 വിദ്യാർത്ഥികളുണ്ട്. വരികളുടെ എണ്ണം നിരകളുടെ എണ്ണത്തിന് തുല്യമാകുന്ന തരത്തിൽ കുട്ടികളെ നിർത്തിയാൽ വരികളുടെ എണ്ണം എത്ര? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 63/2026 M, ഡേറ്റ് 4/7/26. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇത് കുട്ടികളാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ 1 2 3 4 5 5 നിരകളും 1 2 3 4 5 5 വരികളുമായിട്ട് കുട്ടികൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതിലാകെ എത്ര കുട്ടികളുണ്ട്? 5 × 5 25 കുട്ടികളുണ്ട്. കുട്ടികളുടെ എണ്ണം 25, വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും 5 ആണ്. അപ്പോൾ 25ൻ്റെ എന്താണ് 5? റൂട്ടാണ്, വർഗ്ഗമൂലമാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായത് കുട്ടികളുടെ എണ്ണത്തിൻ്റെ വർഗ്ഗമൂലം കണ്ടാൽ മതി. അതായിരിക്കും എന്ത്? വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും അതായിരിക്കും. അപ്പോൾ ഇവിടെ കുട്ടികളുടെ എണ്ണം 2401 ആണ്. അതിൻ്റെ റൂട്ട് കാണുക. 2401ൻ്റെ വർഗ്ഗമൂലം കാണണം. 2401. ഇതിനായിട്ട് നമ്മൾ ഇതിനെ 2 അക്കമുള്ള ഗ്രൂപ്പുകളാക്കണം, വലത്തുനിന്ന് ഇടത്തോട്ട്. അപ്പോൾ 1 0 ഒരു ഗ്രൂപ്പ്, 4 2 ഒരു ഗ്രൂപ്പ്, 24 ഒരു ഗ്രൂപ്പ്, 0 1 ഒരു ഗ്രൂപ്പ്. നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പ് എടുക്കുക 24. ഈ ഭാഗത്ത് രണ്ടോടത്തും ഒരേ സംഖ്യ ഇട്ട് ഗുണിച്ചാൽ 24 തൊട്ടടുത്ത സംഖ്യ തൊട്ട് താഴെയുള്ള സംഖ്യ വരണം. അപ്പോൾ നമ്മൾ 4 × 4 16 വരും. 5 × 5 ഇട്ടാൽ 24 കൂടിയ 25 ആവും. അപ്പോൾ 4 × 4 എടുക്കാൻ പാടുള്ളൂ. 4 × 4 16. 24 16 കുറച്ച് 8. അടുത്ത ഗ്രൂപ്പ് ഒന്നിച്ച് 0 1 ഇറക്കി ഇട്ടു. അപ്പോൾ 801 ഇവിടെ. ഇനി ഈ 4ൻ്റെ ഇരട്ടി നമ്മളിവിടെ ഇട്ടു. 4ൻ്റെ ഇരട്ടി 8. ഇനി നമ്മൾ ഈ 8ൻ്റെ കൂടെ ഓരോ അക്കങ്ങൾ ഇട്ട് നോക്കുക. അപ്പോൾ 8ൻ്റെ കൂടെ 1 ഇട്ടാൽ 81, അതിനെ 1 കൊണ്ട് ഗുണിക്കുക. 8ൻ്റെ കൂടെ 2 ഇട്ടാൽ 82, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 8ൻ്റെ കൂടെ 3 ഇട്ടാൽ 83, അതിനെ 3 കൊണ്ട് ഗുണിക്കുക. 8ൻ്റെ കൂടെ 4 ഇട്ടാൽ 84, അതിനെ 4 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിച്ച് നമ്മൾ 801 എത്തണം.
അപ്പോൾ 8ൻ്റെ കൂടെ 9 ഇട്ട് നോക്കൂ 89. അതിനെ 9 ഇട്ട് ഗുണിച്ച് 9 കൊണ്ട് പണിയിട്ട് ഇവിടെ 9 ഇട്ടിട്ട് ഗുണിച്ച് നോക്കൂ. 9 × 81 അല്ല 9 × 89. 9 × 9 81, ശിഷ്ടം 8, 9 8 72, 8 80, 801 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വർഗ്ഗമൂലം നമുക്ക് കിട്ടി. ഉത്തരം 49 വരികളുടെ എണ്ണം. 3/5, 5/8, 2/3 എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 62/2026 ഡേറ്റ് 1/7/26. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതുക. നമ്മളിതിൽ ചെയ്യേണ്ടത് ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കാണുക, ഛേദങ്ങളുടെ ലസാഗു കാണുക. 5, 8, 3 LCM കാണണം. ഈ 5നെയും 8നെയും 3നെയും ഇതിനെ 3നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. ഇതിൽ ഏതെങ്കിലും 2 എടുത്താൽ എന്നാലും ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് LCM കാണാൻ ഇത് 3 കൂടി ഗുണിക്കുക. 5 × 8 × 3, 5 × 8 40 × 3 120. LCM 120. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ഛേദങ്ങളെയും ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച് 120 ആക്കണം. അപ്പോൾ നമ്മൾ 3/5 എന്ന് എഴുതിയിട്ട് 5നെ 24 കൊണ്ട് ഗുണിച്ചാൽ 120 ആവും. അപ്പോൾ അംശത്തെയും ഛേദത്തെയും 24 കൊണ്ട് ഗുണിക്കുക. 3/5 × 24/24, 3 24 72/5 × 24 120. അടുത്ത 5/8, 8നെ 15 കൊണ്ട് ഗുണിച്ചാൽ 120 ആവും. അപ്പോൾ അംശത്തെയും ഛേദത്തെയും 15 കൊണ്ട് ഗുണിക്കുക. 5/8 × 15/15 ആയി 15 75/8 15 120. അടുത്ത 2/3, 3നെ 40 കൊണ്ട് ഗുണിച്ചാൽ 120 ആവും. അപ്പോൾ അംശത്തെയും ഛേദത്തെയും 40 കൊണ്ട് ഗുണിക്കുക. 2/3 × 40/40, 2 × 40 80, 3 × 40 120, 80/120. ഇപ്പോൾ എല്ലാ ഛേദങ്ങളും തുല്യമായി. അപ്പോൾ ഏത് അംശമാണോ ഏറ്റവും ചെറുത് അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 72/120, തൊട്ട് വലുത് 75/120, തൊട്ട് വലുത് 80/120. ഇനി ഈ കിട്ടിയതൊന്നും നമുക്ക് ചോദ്യത്തിൽ തന്ന സംഖ്യകളല്ല. ഈ ചോദ്യത്തിൽ തന്ന ഭിന്നസംഖ്യകളെ മാറ്റം വരുത്തിയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഏതിനൊക്കെ മാറ്റം വരുത്തി? 72/120 ഏതാ? 3/5നെ മാറ്റം വരുത്തിയാണ്. അപ്പോൾ ഇതിന് പകരം 3/5. 75/120 5/8 അടുത്ത് 80/120 2/3 ഉത്തരം 3/5, 5/8, 2/3. ഇതാണ് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമം. വില കാണുക. 16 കൂട്ടണം 8 ഹരിക്കണം 4 കുറയ്ക്കണം 2 ഗുണിക്കണം 3 കുറയ്ക്കണം 1. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 62/2026 തീയതി 1/7/26. നമുക്കിത് ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യണം. ആദ്യം B എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് എടുത്ത് 3 1 കുറച്ചാൽ 2 എന്ന് വരും. ബാക്കിയെല്ലാം അതേപടി എഴുതി. 16 കൂട്ടണം 8 ഹരിക്കണം 4 കുറയ്ക്കണം 2 ഗുണിക്കണം 3 1 കുറച്ചാൽ 2. അടുത്തത് ഇവിടെ ഓവർണ ഓഫാണ്, അതില്ല. ഡിവിഷൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 8 ഹരിക്കണം 4 ഡിവൈഡ് ചെയ്യുക. 16 അതുപോലെ ഇട്ടു. പ്ലസ് 8 ഹരിക്കണം 4 2 കുറയ്ക്കണം 2 ഗുണിക്കണം 2 അതുപോലെ ഇട്ടു. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, ഈ ഗുണിക്കലാണ് ചെയ്യേണ്ടത്. 16 കൂട്ടണം 2 അതുപോലെ ഇട്ടു. കുറയ്ക്കണം 2 × 2 4. ഇനി നമ്മൾ കൂട്ടലും കുറയ്ക്കലും ചെയ്യുക. 16ഉം 2 കൂട്ടിയാൽ 18, കുറയ്ക്കണം 4, 18 4 കുറച്ച ഉത്തരം 14. 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷണത്തിൻ്റെയും പരമാവധി നീളം എത്ര? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 62/2026 തീയതി 1/7/26. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ തന്നിട്ടുള്ള അളവുകളുടെ HCF അതായത് ഉസാഖ കാണണം. 91ൻ്റെയും 117ൻ്റെയും HCF കാണണം. രണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 13, 7 13 91, 9 13 117. 7നെയും 9നെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അതുകൊണ്ട് ഉസാഖ 13. ഉത്തരം 13 മീറ്റർ. 4.32 പ്ലസ് 0.8 പ്ലസ് 12.001 മൈനസ് 5.6 എത്ര? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോഡ് 62/2026 തീയതി 1/7/26. നമുക്ക് ആദ്യം ഈ 3 കൂടി കൂട്ടുക. 12.001 ആദ്യം എഴുതി കൂട്ടണം. 4.32 താഴെ എഴുതിയിട്ട് ഒരു 0 ചേർത്തു, ദശാംശ സ്ഥാനങ്ങൾ ഒരുപോലെ ആവാൻ. അതിന് താഴെ 0.8 എന്ന് പറഞ്ഞാൽ 0.8 2 0 ചേർത്തു, ദശാംശ സ്ഥാനങ്ങൾ ഇപ്പോൾ ഒരുപോലെയായി. ഇനി കൂട്ടുക. 1 2 8 3 11 ദശാംശം 8 ശിഷ്ടം 1 1 4 5 2 7 1 17.121 എന്ന് കിട്ടി.
അതിന്ന് 5.6 കുറയ്ക്കണം. 1 0 കുറയ്ക്കുമ്പോൾ 1, 2 0 കുറയ്ക്കുമ്പോൾ 2, 1 6 കുറയ്ക്കാൻ പറ്റി. ഇവിടുന്ന് കടെടുക്കുമ്പോൾ 11 6 കുറച്ചാൽ 5. ഇവിടെ ഇനി കടെടുത്തുകൊണ്ട് 6 ഉള്ളൂ. 6 5 കുറച്ചാൽ 1. ഉത്തരം 11.521. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോഡ് 63/2026 M, തീയതി 4/7/26. ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക തന്നിട്ട് വശങ്ങളുടെ എണ്ണം കാണാൻ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. തുക ബൈ 180 + 2, തുക 2700/180 + 2. നമുക്കിതിൽ ഒരു 0 വെട്ടി 270നെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ 15 എന്ന് വരും. +2, ഉത്തരം 17.